നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം അർത്ഥപ്രതിമകൾ, അതായത് വീട്ടിലിരിക്കുന്ന അർത്ഥപ്രതിമകൾ ആപത്ത് വിളിച്ചു വരുത്തുന്നു. ഒരാള് എൻ്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി. അദ്ദേഹം വളരെ വർഷങ്ങളായിട്ട്, ഡൽഹിയിലുള്ള ഒരാളാണ്, വളരെ വർഷങ്ങളായിട്ട് പൂജിക്കുന്ന, ഏകദേശം 20 വർഷത്തോളമായി ഒരു ശിവലിംഗം ഉണ്ടായിരുന്നു. അത് ഈ കഴിഞ്ഞിടയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് ഉടഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് അത് ഒരുപാട് നെഗറ്റീവ് അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാൻ തുടങ്ങി. ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. അതിൻ്റെ ഒരു വശം ഉണ്ട്, അത് ഞാൻ പറയട്ടെ. ഒരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വീട്ടിൽ വെക്കുന്ന പ്രതിമകൾക്ക് ക്ഷേത്രാചാരവും ഗൃഹാചാരവും ഒരിക്കലും ഒന്നായിട്ട് പോത്തില്ല. നമ്മൾ കഴിവത് രൂപങ്ങൾ വെക്കാതിരിക്കുക, പ്രത്യേകിച്ച് അർത്ഥപ്രതിമകൾ. ഇപ്പം മണ്ണിലൊക്കെ തീർത്ത് ഒരുപാട് പ്രതിമകൾ കിട്ടാനുണ്ട്. ശിവന്റെ തല മാത്രമായിട്ട് ശിവലിംഗം വന്നിട്ട് ആ ശിവന്റെ മുഖം മാത്രം വരും. പല പ്രതിമകളും ഇതിൻ്റെ ബാക്ക് സൈഡ്, പുറകുവശം ക്ലിയർ ആയിരിക്കത്തില്ല. ഇങ്ങനെയുള്ള ഒരുപാട് പ്രതിമകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അർത്ഥപ്രതിമ വെച്ച് അതിനെ ആചരിക്കുമ്പോൾ നമുക്കും അതേ അർത്ഥാവസ്ഥയാണ്, നമുക്കും അത് പൂർണ്ണതയാവത്തില്ല. ഒരു കാര്യത്തിൽ ഒന്നിലും മുഴുവിപ്പിക്കാൻ പറ്റത്തില്ല, ഒന്നിലും ഉറച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഒരു ഐശ്വര്യം വരുമ്പോഴേ ഐശ്വര്യം പൂർണ്ണമായിട്ട് നമുക്ക് വരത്തില്ല. അപ്പോൾ ഒരടി കൂടുതലുള്ള പ്രതിമകൾ ഒരു കാരണവശാലും വിളക്ക് കത്തിക്കുന്നിടത്ത് വെക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ലോഹങ്ങൾ, ഈ ചിന്നലൊക്കെയുള്ള പ്രതിമകൾ, പൊട്ടലുകളുള്ള പ്രതിമകൾ, ഈ അർത്ഥപ്രതിമകൾ, ഇതൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഒരുപാട് നെഗറ്റീവ്സ് വന്നു ചേരാം. ഭഗവാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം സർവ്വപ്രപഞ്ചവ്യാപിയാണ്. ഭഗവാനെ പൂജിക്കണമെന്നുണ്ടെങ്കിൽ സാധാരണഗതി നമുക്ക് ഇഷ്ടമുള്ള ഭഗവാന്മാരെല്ലാം ഫോട്ടോ വെക്കാം. അത് രൗദ്രതയേറിയ നരസിംഹമൂർത്തി, അതുപോലെ തന്നെ ഭദ്രകാളി, ഹനുമാൻ സ്വാമി, അങ്ങനെയുള്ളവരുടെയൊക്കെ ഫോട്ടോകൾ കഴിവതും വെക്കാതിരിക്കുക. ഈ വെക്കുന്ന ഫോട്ടോകളൊക്കെ ആണെങ്കിൽ ഭഗവാൻ പ്രസന്നവാൻ, സന്തോഷവാനായിട്ട് നിൽക്കുന്ന പ്രതിമ വേണം വെക്കാൻ, അല്ലെ ഫോട്ടോ വേണം വെക്കാനായിട്ട്. ഈ ലോഹപ്രതിമകളൊക്കെ വെച്ച് ഒരു കഥയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്ഥലം പറയുന്നില്ല, ആലപ്പുഴയ്ക്ക് അടുത്തൊരു സ്ഥലത്ത് ഒരു ഗംഭീരമായിട്ടൊരു കൃഷ്ണന്റെ അമ്പലത്തിനടുത്തൊരു വീട് വിളിഞ്ഞു. അതിന്റെ പേര് പറയാൻ ചെല്ലം അറിഞ്ഞിരിക്കും, അതുകൊണ്ട് പേരും പറയുന്നില്ല. സാമ്പത്തികം അത്യാവശ്യം നല്ല സ്ഥിതി ഉള്ളവരാ. ഇവര് പഴയ കൊട്ടാരം പോലെ വീട് പണിഞ്ഞത്. വീട്ടിലാണെങ്കിൽ ഭാര്യയുണ്ട്, അമ്മയുണ്ട്. അമ്മയ്ക്ക് പ്രായമായി. ഈ പുള്ളിയാണ് പുറത്താ, ഗൾഫിലാ ജോലി. പുൽത്തകിടിയൊക്കെ ഉണ്ടാക്കി വെള്ളം ചീറ്റുന്ന രീതി, നാഗവും നടുക്ക് കൃഷ്ണനെയൊക്കെ വെച്ച് വലിയൊരു താമരക്കുളവും ഒക്കെ വീണ്ടും മുമ്പിൽ ഉണ്ടാക്കി ഭയങ്കര കോടികളിൽ മുടക്കിയൊരു സംഭവമാണ്. ആര് കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും. ശരിക്കും കൃഷ്ണന്റെ ആ ഒരു വൃന്ദാവനമാണോ എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകുന്ന അനുഭൂതിയാണ്. അവസാനം വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഈ വീട് നിൽക്കാൻ വയ്യ, വീട്ടിൽ താമസിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ചിലങ്കയുടെ സൗണ്ട് കേൾക്കുക, ചിരി കേൾക്കുക. നോൺ വെജ് വെക്കാൻ പറ്റാതെ, നോൺ വെജ് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം നിശ്ചിത സമയത്തിന് ചീത്തയായി പോകും. നോൺ വെജ് വെച്ചാൽ അന്നത്തെ ദിവസം മുട്ടം വഴക്കും അടിപിടിയായിരിക്കും. അവസാനം വന്ന് പുള്ളിക്ക് ബിസിനസ്സിലൊക്കെ ഒരുപാട് തകർച്ചയും കാര്യങ്ങളും ഒക്കെ വന്നു. അന്നേരം അതൊരു ജ്യോത്സ്യനെ പോയി കണ്ട് ആ ജ്യോത്സ്യൻ പറഞ്ഞ പ്രകാരം ഞാൻ ഇതുപോലെ കർമ്മങ്ങളൊക്കെ ചെയ്ത്, ആ ഒരു കൃഷ്ണന്റെ നല്ല ചൈതന്യവത്തായിട്ടുള്ളൊരു കൃഷ്ണവിഗ്രഹം തന്നെ ആയിരുന്നു, കല്ലിൽ പണിഞ്ഞു വെച്ചിരിക്കുക. ഇതിൻ്റെ വേറെ സൈഡിലായിട്ട് ചെറിയ ചെറിയ കൃഷ്ണൻ രൂപങ്ങൾ സിമെന്റിലും ചെയ്തിട്ടുണ്ട്. നടുക്ക് നല്ല ഒറ്റ കല്ലിൽ പണിഞ്ഞ കൃഷ്ണവിഗ്രഹമാണ്. ഇതിൽ വെള്ളം ചീറ്റുക, കാളിയമർത്തന രൂപമാണ്. താമരയൊക്കെ നല്ല നല്ല ഗംഭീരമായിട്ടല്ല ഭംഗിയുള്ള രീതി വളർന്നു നിൽക്കുക. അവർക്ക് ആ വീട് താമസിക്കാൻ പ്രശ്നം വെച്ചപ്പോഴും അവസാനം പറഞ്ഞ കൃഷ്ണന് ആ മണ്ണ് വേണം. അവിടെ ദ്വാരക പോലത്തെ അതുപോലെ തന്നെ കൊട്ടാരമായിട്ട് ആ വീട് ഒരു ക്ഷേത്ര രീതിയിലാക്കി മാറ്റുകയാണ്. അവിടെ ഗൃഹാചാരം എവിടായി? ഗൃഹാചാരം എന്നുള്ള അവസ്ഥ മാറി, ക്ഷേത്രം ആവേണ്ട അവസ്ഥ വന്നു. ഇത്രയും കോടി രൂപ മുടക്കി വെച്ച വീട്ടിൽ തല്ലി പൊളിച്ച് അമ്പലം പണിയാൻ പറഞ്ഞേ പറ്റൂ? അവർക്ക് ജീവിക്കാൻ വയ്യ. ഒരാളുടെ അനുഭവമാണ്, നടന്ന കാര്യമായത്. തർക്കിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫോൺ നമ്പർ ഉൾപ്പെടെ ഞാൻ വേണമെങ്കിൽ തരാം. നടന്ന കാര്യമായത്, നാട്ടുകാർക്ക് എല്ലാ ദേശത്തുള്ളവർക്ക് അറിയാവുന്ന കാര്യമായി. ഈ വീടിനെ കുറിച്ചും ഇതിൻ്റെ കഥകളെക്കുറിച്ചും നടന്ന സംഭവമാണ്. അവസാനം സ്വർണ്ണ വിഗ്രഹത്തിൽ ആവാഹിച്ച് മാറ്റി ഒരുപാട് പ്രായശ്ചിത്താദി കർമ്മങ്ങൾ ചെയ്ത് ആ കൃഷ്ണവിഗ്രഹമായാലും കേരളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിൽ കൊണ്ട് സമർപ്പിച്ചതിന് ശേഷമാണ് അവർക്കൊരു കുറച്ച് മുക്തി വന്നത്. ഇപ്പോൾ ഒരു നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ ഒരു പ്രതിമ എന്ന് പറഞ്ഞാൽ അത്രത്തോളം വളരെ പ്രാധാന്യമുണ്ട്. അതുപോലെ എല്ലാവരും ഗണപതി ഭക്തനാ. ഗണപതിയുടെ വിഗ്രഹം ഇപ്പോൾ കാറിലായാലും വീടുകളിലൊക്കെ വെക്കുന്നവർ ധാരാളം ഉണ്ടല്ലേ. അപ്പൊ ഈ പ്രതിമകളൊക്കെ വെച്ച് കഴിയുമ്പോൾ എന്തുവാ, നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട്,
ഗണപതി എന്തുവാ? ആഹാരപ്രിയന്. ഓരോ ഭഗവാന്മാർക്ക് ഇഷ്ടപ്പെട്ട ഓരോന്നുണ്ട്. ജലധാരപ്രിയോ ശിവ, അലങ്കാരപ്രിയോ വിഷ്ണു, നിവേദ്യപ്രിയോ ദേവ, ഗണപതി. അങ്ങനെ മഹാദേവന് ജലധാര എപ്പോഴും തല തണുത്തുകൊണ്ടേയിരിക്കണം, ജലധാര വേണം. മഹാവിഷ്ണുവിന് ചന്ദനം ചേർത്ത് വിശേഷ പട്ട് ഉടയാട മാലകളൊക്കെ വെച്ച് അലങ്കാരവും. ദേവിക്കായാലും ഗണപതിക്കായാലും ഒക്കെ നിവേദ്യമൊക്കെ പ്രാധാന്യം. ഗുരുതിയുണ്ട് ദേവിക്ക്, അതുപോലെ നിവേദ്യവും ഉണ്ട്. ഗണപതി എപ്പോഴും വിശപ്പ് അടങ്ങത്തില്ലെന്നാണ് പറയുന്നത്. കൃഷ്ണസ്വാമിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന് അലങ്കാരവും വിശപ്പും എല്ലാം അദ്ദേഹത്തിനുണ്ട്. വെണ്ണക്കണ്ണനാ. അപ്പൊ ഈ അർത്ഥപ്രതിമകള് കഴിവതും വെക്കാതിരിക്കുക. അതിൽ ചില പ്രതിമകളൊക്കെ പൊട്ടി നമുക്ക് വലിയ കണ്ടു കഴിഞ്ഞാൽ വൃത്തിയോട് കാണത്തില്ല, തല മാത്രം അല്ലെ പകുതി മാത്രം കാണും. അപ്പൊ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു എക്സ്റ്റെൻഡ് ഒക്കെ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ വലിയ വൃത്തികളില്ലാത്ത രീതിയിൽ അലങ്കാരമൊക്കെ ചെയ്ത് ഷോക്കേസിലൊക്കെ വെക്കാറുണ്ട്. അങ്ങനെയുള്ള പ്രതിമകൾ ഷോക്കേസിൽ വെക്കുന്നതുകൊണ്ട് ഞാൻ 100% നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല. മാക്സിമം വെക്കാതിരിക്കുക. അല്ലെങ്കിൽ അതുപോലെ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഷോക്കേസിൽ ലൈറ്റ് വെക്കാം. ലൈറ്റും ഒന്നും ഇടാനൊന്നും പാടില്ല, അലങ്കാരം ഒന്നും വേണ്ട, ചുമ്മാതെ വെച്ച് കാണാൻ മാത്രം ഭംഗിക്ക്. വിളക്ക് കത്തിക്കേണ്ടത് ഒരു കാരണവശാലും വെക്കരുത്. ഇവിടുത്തെ ഒരു ഭയങ്കര കൃഷ്ണഭക്തി ഉണ്ടായിരുന്നു. ഇവിടെ വെച്ച് എന്നും ഭഗവാന് വെണ്ണ കൊണ്ട് നിവേദിക്കും. കൈ കൊണ്ട് എന്നും പശു ഉണ്ടായിരുന്നു. പാല് കറന്ന് വൃത്തിയായിട്ട് വെണ്ണ ഒഴിച്ച് വെണ്ണ കൊണ്ട് നിവേദിക്കുകയും പാൽ അഭിഷേകം ചെയ്യുകയും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് അവസാനം ഇവര് മരണപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നീടുള്ള തലമുറയ്ക്ക് ഇത് വലിയ ബാധ്യതയായിട്ട് വന്നു. അവസാനം കുടുംബം വരെ അന്തഛിദ്രമായി, കുടുംബം വരെ തകർന്ന് കഞ്ഞിക്ക് വകയില്ലാത്ത അവസ്ഥയെത്തി. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരാമണ്ണം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ആപൽ ബന്ധുവായി നിൽക്കുന്ന ഭഗവാന് ഒരല്പം ഒരു അടി പതറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അന്ധകനായിട്ട് മാറും. ഈശ്വരഭക്തി നല്ലതാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈശ്വരഭക്തി നമ്മൾ ചെയ്യുമ്പോൾ നാളെ അടുത്ത തലമുറ ചെയ്യുമെന്ന് എന്തുകൊണ്ട് ഉറപ്പെന്തുകൊണ്ട്? പണ്ട് ഒരു കായംകുളത്തിന് തെക്കോട്ട് ഏകദേശം പറയാം, ഓരോ വീടുകളിലും അമ്പലങ്ങളുണ്ടായിരുന്നു. ഇന്ന് ഓരോ അമ്പലങ്ങളും വെച്ച ആൾക്കാർ മാറ്റിക്കൊണ്ടിരിക്കുക. കാരണം ഇത് ഫാസ്റ്റ് യുഗമാണ്. അടുത്ത തലമുറയ്ക്ക് സംരക്ഷിക്കാൻ വയ്യ. ചെറിയ രീതിയിൽ നമ്മളിന്ന് തുടങ്ങുക. അടയ്ക്കയാണെങ്കിൽ മടി വെക്കാം, അടയ്ക്കാ മരമായാലും. ഈ 20 വർഷമായ ശിവലിംഗത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അപ്പം അത് മേടിക്കുമ്പോൾ ഉള്ള പവർ ആയിരിക്കത്തില്ല. ദിനവും ഇതിന് അഭിഷേകം കഴിക്കുക, ഇതിന് ദിവസവും ഭസ്മം ഇതിനെ മണ്ടയ്ക്ക് കൊണ്ടിടുക, ദിവസവും ഇതിന് നിവേദ്യം ഉണ്ടാക്കി അവിടെ കൊണ്ട് വെക്കുക. ഇപ്പൊ എന്തെല്ലാം പ്രത്യാഘാതങ്ങളായിരിക്കും ഇത് പിന്നീട് ചെയ്യാതെ വരുമ്പോൾ ഉണ്ടാവും. ചെയ്യുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ടാവും, ഒരുപാട്. പുതിയ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം ഉണ്ടെങ്കിലും അതിന് ഒരുപാട് വിശ്വാസക്കുറവുള്ളവരല്ലേ, വിശ്വാസക്കേടല്ലേ, വിശ്വാസം ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. അവര് നോക്കാതെ വരുമ്പോഴാണ് തിരിച്ചടികൾ ഉണ്ടാകുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളും നിങ്ങൾക്കറിവില്ലാത്ത വിഷയങ്ങൾക്കുള്ള മറുപടികളും ഹൈന്ദവ ആചരണ രീതികളും ഒക്കെയായി കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം.